തീവ്രവാദം ഉപേക്ഷിച്ച് സമാധാനത്തിന്റെ സന്ദേശവാഹകരായ ഒരു സംഘം ആളുകളെ ഇനി പരിചയപ്പെടാം. അസമിലെ ഉൾഫ തീവ്രവാദികളായിരുന്ന ഇവർ ആയുധം താഴെവെച്ച് സമാധാനത്തിന്റെ വക്താക്കളായി. ജീവനകലയിൽ പരിശീലനം നേടാൻ ബാംഗ്ലൂരിലെത്തിയ സംഘം മാറ്റത്തിന്റെ കഥ പങ്കുവയ്ക്കുന്നു. മനോരമ ന്യൂസ് പ്രതിനിധി പ്രശാന്ത് കൃഷ്ണ ഇവരുമായി സംസാരിച്ചു. നാം ഈ കാണുന്ന ചെറുപ്പക്കാർ ഒരിക്കൽ തീവ്രവാദികളായിരുന്നു. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കിടുകിട വിറപ്പിച്ച ഉൾഫ തീവ്രവാദികൾ. മനുഷ്യ ശരീരത്തിൽ നിർദാക്ഷിണ്യം നിറയൊഴിച്ച ഈ ചെറുപ്പക്കാർ ഇന്ന് സമാധാനത്തിന്റെ സന്ദേശവാഹകരാണ്. നമുക്ക് പരിചയപ്പെടാം പുലർവേളയിൽ ഈ പഴയ തീവ്രവാദികളെ. ഇത് ഉൾഫ തീവ്രവാദികളുടെ താവളമല്ല, ബാംഗ്ലൂരിലെ ആർട്ട് ഓഫ് ലിവിംഗ് കേന്ദ്രമാണ്. ഒരു കാലത്ത് കൊടും ഭീകരരായിരുന്ന ഈ മനുഷ്യർ സമാധാനത്തിന്റെ സന്ദേശവാഹകരായാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസമിൽ രക്തം ചിന്തിയ നാളുകൾ. സർക്കാരിനെയും സമൂഹത്തെയും ഭീകരതയിലൂടെ പിടിച്ചെടുക്കാനുള്ള കരുക്കൾ നീക്കിയവരായിരുന്നു ഈ ചെറുപ്പക്കാർ. എന്നാൽ ഇന്ന് കൊലപാതക പരമ്പരയുടെ ആ ഭൂതകാലത്തെക്കുറിച്ച് ഓർക്കാൻ ഇവരാരും ആഗ്രഹിക്കുന്നില്ല. സുരക്ഷാ സേനയുടെ പിടിയിലായും കീഴടങ്ങിയും ആയുധം താഴെവച്ച 241 ഉൾഫ ഭീകരരാണിവർ. അക്രമമല്ല, സേവനവും ആനന്ദവുമാണ് ജീവിതമെന്ന സന്ദേശം അസം ജനതയ്ക്ക് കൈമാറാൻ ബാംഗ്ലൂർ ആർട്ട് ഓഫ് ലിവിംഗ് കേന്ദ്രത്തിൽ ഇവർ ഒരു മാസക്കാലം ചിലവഴിച്ചു. Violence is not the way for any transformation or any progress in the society. You know, these terrorists, these Ulfa boys, they are so committed. They care for the nation, they care for their people, you know, their state. So they were given the idea, talks will not work, you have to take to arms. So now when they have come here, the boundaries have melted. They feel that it's not me only Assamese, but I am an Indian first, because everybody is part of you. And you know, a sense of belongingness has started dawning in them. Another biggest challenge was that they had such a deep mistrust with the police, with the security forces. One thing we did here is we invited different officers of police cadre and security forces. And when they started interacting with them, talking to them, you know, they found, you know, they're all human beings like us, like one of them. So that barrier that they had between people started disappearing. And they felt so much peace within themselves. See, a person, when he is happy from within and peaceful, he can never indulge in violence. മനസ്സിൽ സ്നേഹത്തിന്റെ വിത്തുപാകാൻ യോഗയും ധ്യാനവും, സ്വന്തം നിലയിൽ ജീവിക്കാൻ കൃഷി, കാലിവളർത്തൽ, കൈത്തൊഴിൽ, എല്ലാ പരിശീലനവും ഇക്കാലം കൊണ്ട് സ്വായത്തമാക്കി. ജൈവ കൃഷി, സീറോ ഫാമിംഗ്, ഡയറി ഫാമിംഗ്, പേപ്പർ ബാഗ് നിർമ്മാണം എന്നിവ പഠിച്ച് സ്വശരായാണ് ഇവർ അസമിലേക്ക് മടങ്ങിയത്. പഴയ വിപ്ലവകാരികളെ ആശ്രമത്തിൽ കാണാനെത്തിയ അസമിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇങ്ങനെ: Yesterday, one of the police officer from the Assam government was here, and he was saying कि पास्ट में अगर ये लोग मुझे मिले होते तो हम इनको गोली मार देते, या हम इनको मिले होते तो ये हमको मार देते ऐसे. बट अभी सिचुएशन बिल्कुल चेंज है, everything is changed, and I am very happy. Same thing they are saying. One of the participants was telling कि riot is going on. अगर हम अपने जगह पे होते तो शायद रिटेलिएट करते, हम किसी को मारते, मरते, लेकिन आज हम इतना कूल एंड काम हैं. हमारे पूरे आर्ट ऑफ लिविंग का जो प्रैक्टिसेस है उससे इतना इंटरनल एक हमको शक्ति मिला है, पावर मिला है कि नाउ वी आर वेरी बैलेंस एंड वी आर थिंकिंग इन टर्म ऑफ हाउ टू मेक द बेटर सोसाइटी फॉर द कमिंग जनरेशन. ആയുധം ഉപേക്ഷിച്ചതിൽ ആർക്കും നഷ്ടബോധമില്ല. കാരണം അസമിന്റെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് തോക്കിലൂടെയല്ല, ചർച്ചകളിലൂടെയാണെന്ന് ഇന്നവർ തിരിച്ചറിയുന്നു. ഉൾഫ ഭീകരർക്കും അസം സർക്കാരിനും ഇടയിലുള്ള സമാധാനത്തിന്റെ പാലമാണ് ഇന്നിവർ. असम का सिटीजन बहुत खराब है और हम लोग का अनुभव ये है, अगर हम लोग उस टाइम में असम में रहता तो शायद हम लोग भी वो हंगामा में शामिल हो जाते. लेकिन यहाँ का कोर्स करने का बाद हम लोग का
दिमाग का संतुलन ऐसा हो गया, हम लोग क्रिटिकल से क्रिटिकल पोजीशन में भी हम लोग अभी अपना मन शांत रख सकता है, दिमाग भी चालू रख सकता है। അസമിൽ വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടാവാത്തത് നന്നായെന്ന് ഇവർ ആശ്വസിക്കുന്നു. കലാപത്തിൽ ചേരാതെ വിട്ടുനിൽക്കാൻ കഴിഞ്ഞു. രക്തം ചിന്തിയ അസമിൽ തിരിച്ചെത്തി ജീവനകലാ അധ്യാപകരായി സമാധാന സന്ദേശം കൈമാറാൻ ഇവരിൽ പലരും തീരുമാനിച്ചു കഴിഞ്ഞു. 2 साल पहले हम वो रास्ता त्याग करके हम ऐसे सिंपल जीवन लाइफ हम कटाया था, तो अभी उसी टाइम से यहाँ से हमारा कुछ रिलेशन था तो बहुत बढ़िया था, लेकिन अभी लास्ट मैंने हम यहाँ पे जब आया तो हमको ये मेरा मतलब एक्सपीरियंस हुआ है कि हम यहाँ में आके हम कैसे जीना है, मेरा सोसाइटी को कैसे आगे बढ़ाना है, और ये हमारा पूरा एक्सपीरियंस हो गया। तो अभी हमारा ऐसा है कि हम यहाँ में जो सीखा है, जितना हमको सिखाया जाता है, ये हम जाके हमारा जो सोसाइटी है उसको हम सिखाएंगे, उसको आगे बढ़ाने का इकट्ठा करके हम जरूर कोशिश करूँ. അസമിലെ യുവമനസ്സുകളിൽ പാകിയ ഭീകരതയുടെ വിത്തുകൾ നശിപ്പിക്കാൻ സമാധാന സന്ദേശവുമായി ഉൾഫയിലേക്ക് ഇറങ്ങിച്ചെല്ലുമെന്ന ദൃഢനിശ്ചയവുമായാണ് ഇവർ ബാംഗ്ലൂർ വിട്ടത്. സമാധാനത്തിന്റെ സന്ദേശവുമായി ഈ പഴയ വിപ്ലവകാരികൾ കലാപഭൂമിയിലേക്ക് പോവുകയാണ്, തീവ്രവാദികളെ നന്മയുടെ ലോകത്തേക്ക് കൊണ്ടുവരാൻ. ബാംഗ്ലൂരിൽ നിന്നും ക്യാമറമാൻ രത്നസിംഗിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മനോരമ ന്യൂസ്.